ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങളൊരു കുഞ്ഞൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പൊന്നല്ല, ഒരു സ്ഥലത്തേക്ക് പോവാണ്. കല്യാണച്ചക്കനെ നോക്കാനേ, കല്യാണം കഴിപ്പിക്കാൻ, യാത്ര കൂട്ടിയ കല്യാണച്ചക്കനെ നോക്കാൻ. അന്ന് നമ്മ പറഞ്ഞില്ലേ ശിവഭഗവാന്റെ ഒരു വിശാഖം അവിടേക്കാ പറഞ്ഞു. നമ്മൾ പോകണം പറഞ്ഞില്ലേ, എൻ്റെ അച്ഛന് തലവേദനയായിട്ട് നമ്മൾ പോയിക്കാം, അവിടേക്കാ പോകണം. പിന്നെ ശിവഭഗവാനോട് എന്താ പ്രാർത്ഥിക്കുക? അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതെ, ഞങ്ങളിപ്പോൾ പോകുന്നത് ഇഷയിലേക്കാണ്. ആദിയോഗി പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഇതുപോലെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ചെറിയ തലവേദന വന്നു, അതുകൊണ്ട് യാത്രക്കുട്ടി ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഉച്ചയ്ക്കായപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് വിശന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങളൊരു സ്പെഷ്യൽ റൈസാണ് ഓർഡർ ചെയ്തത്, പിന്നെ ആളൊരു താലി റൈസും. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ റൈസ് ഓർഡർ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ 3 റൈസ്, കേർഡ് റൈസ്, പിന്നെ സാമ്പാർ സാദം, അങ്ങനെ എന്തോ 3 റൈസുകൾ കിട്ടി. പക്ഷെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തൈര് സാദം നന്നായിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ അതിൽ കേസരി ഉണ്ടായിരുന്നു, പപ്പട് പോലത്തെ സാധനം ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചൊക്കെ ഇറങ്ങി. അന്ന് ശരിക്കും നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ പോകും, ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ ചാറും. ഫുൾ ടൈം ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അധികം മഴയൊന്നും കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ കണ്ടോ, സ്കൈ ഒക്കെ നല്ല ഭംഗിയില്ലേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കാറ് കയറിയപ്പോൾ യാത്രക്കുട്ടി ഫുൾ നല്ല മൂഡിലായിരുന്നു കേട്ടോ. ഫുൾ പാട്ട് പാടുക, അവൾ പുതിയ പാട്ട് പഠിച്ചതായിരുന്നു, അത് ഫുൾ പാടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയത് അറിഞ്ഞില്ല. യാത്രക്കുട്ടി സൈഡായിട്ടോ. അവൾക്ക് പിന്നെ സുഖമല്ലേ, ഒന്നും നോക്കണ്ടല്ലോ, എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉറക്കം വന്നാൽ ഉറങ്ങാം. ഞാൻ വിചാരിച്ചു അവൾ നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന്. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ മൂഡ് നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ അവൾ അത്യാവശ്യം നല്ല 1 മണിക്കൂറൊക്കെ അവൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇഷയുടെ അവിടെ എത്താറായി. ഇത്തവണ ഞങ്ങൾ ഇഷയുടെ ബാക്ക് സൈഡിലൂടെയാണ് കേട്ടോ പോയത്. പക്ഷേ ഞങ്ങൾക്ക് വഴി അറിയണ്ടായിരുന്നില്ല, ഞങ്ങളങ്ങനെ മാറിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ നല്ല ഈസി ആയിട്ട് അടുത്ത് കിട്ടി. നമ്മൾ ഇപ്പുറത്ത് കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ കുറച്ചും കൂടി ദൂരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ആ സൈഡിലൂടെ പോയതുകൊണ്ട് നമുക്ക് ഇഷയുടെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി. കുറച്ച് നടക്കാനുള്ള അവിടെ. അന്ന് പിന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ യാത്രക്കുട്ടി എണീറ്റത്. അവൾക്ക് പിന്നെ ശിവനെ ആദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ പേടിയായിരുന്നു. അവൾ കുഞ്ഞിതാകുമ്പോൾ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ ഒക്കെ അവൾക്ക് നല്ല പേടിയായിരുന്നു. അവൾ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല വാശി പിടിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ അവൾക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ആ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും അവിടെ കയറിയില്ല. യാത്രക്കുട്ടിക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് യാത്രക്കുട്ടി അവിടെ നിന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അവൾ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ കളിച്ച ഡാൻസ് ആയിരുന്നു അത്. പിന്നെ കുറേ സ്റ്റെപ്സൊക്കെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ടായിരുന്നു അവൾ സ്വന്തമായിട്ട്. എനിക്ക് തന്നെ നല്ല അത്ഭുതം തോന്നി. എങ്ങനെയുണ്ട് അവളുടെ ഡാൻസ്? എല്ലാവർക്കും ഇഷ്ടമായോ?
ഡാൻസിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്ത് രസമായിട്ടാണല്ലേ ശിവൻ്റെ ഈ സ്റ്റാച്ചു അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കഴുത്തിൽ കിടക്കുന്ന മാലയും പിന്നെ കഴുത്തിലുള്ള പാമ്പും, പിന്നെ നമ്മളിങ്ങനെ ബാക്കിലൂടെ ഇങ്ങനെ നടക്കും, നമുക്ക് മുടിയിഴകളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഴ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ലൈറ്റ് ഷോ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ശിവൻ്റെ ഈ സ്റ്റാച്യൂവിലാണ് ലൈറ്റ് ഷോ നടത്താറുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം, പക്ഷെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റിയില്ല. ഈ ലൈറ്റ് ഷോ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അവരൊരു സ്റ്റോറിയാണ് ഈ ലൈറ്റ് ഷോയിലൂടെ നമുക്ക് കാണിച്ചു തരിക. ഞാൻ ഈ യാത്രക്കുട്ടി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കുറേ ചുറ്റും നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. അടുത്തതായിട്ട് നമുക്ക് പോകാനുള്ളത് ആശ്രമത്തേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് വലിയൊരു ധ്യാൻലിംഗ പറഞ്ഞിട്ട് ശിവൻ്റെ വലിയൊരു ശിവലിംഗം ഉണ്ട്. അവിടേക്ക് പോകാൻ കുറച്ച് ദൂരം നടക്കാണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാളവണ്ടിയോ അല്ലെങ്കിൽ ഇലക്ട്രിക് വാനോ ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. 10 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. പക്ഷേ യാത്രക്കുട്ടിയോട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ കാളവണ്ടി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാളവണ്ടിയിലാണ് കേട്ടോ പോയത്. അവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാളവണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. ആശ്രമത്തിൻ്റെ അവിടെ ചുറ്റും നമുക്ക് കുറേ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടുകളുണ്ട്. പിന്നെ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മൊബൈൽ ഫോൺ, ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് വേണം പോകാനും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് പോയത്. ഞങ്ങൾ പിന്നെ അന്നവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പുറത്താണ് റൂം എടുത്തത്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ബാഗും മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ട സ്ഥലം. പിന്നെ ഞങ്ങളന്ന് രാത്രിയായി, ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ റൂമിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.